ഭാരതത്തിൽ സീതയ്ക്കു വേണ്ടിയാണോ യുദ്ധം നടന്നതെങ്കിൽ അങ്ങ് ഗ്രീസിൽ യുദ്ധം നടന്നത് ഹെലനു വേണ്ടിയാണ്. ആ കഥ പറയാം. കലഹത്തിന്റെയും വഴക്കിന്റെയും ദേവതയായ ഐറസിന് ഒരിക്കലൊരു പഴുത്തു തുടുത്ത ചുവന്ന ആപ്പിൾ കിട്ടി. അതുമായി ഐറസ് കറങ്ങി നടക്കുമ്പോൾ അവൾ സ്നേഹത്തിന്റെ ദേവതയായ അഫ്രോഡൈറ്റ്, ജ്ഞാനദേവത അഥീന, ദേവന്മാരുടെ രാജ്ഞിയായ ഹേര എന്നിവർ സംസാരിച്ചിരിക്കുന്നത് കണ്ടു. അവരുടെ അടുത്തു ചെന്നപ്പോൾ ആ 3 ദേവതമാരുടെയും കണ്ണ് ആ ആപ്പിളിലുടക്കി. ആ ആപ്പിൾ 3 പേർക്കും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് ഐറിസിന് മനസ്സിലായി. ഏറ്റവും സുന്ദരിയായ ദേവത ആരാണോ ആ ദേവതയ്ക്ക് ഈ ആപ്പിൾ കിട്ടും എന്നും പറഞ്ഞു വഴക്കിന്റെ ഒരു വിത്ത് അവരുടെ മനസ്സിൽ പാകി ഐറിസ് അപ്രത്യക്ഷയായി. തങ്ങളിൽ ആരാണ് സുന്ദരി എന്നതിൽ ആ ദേവതമാർ തർക്കം തുടങ്ങി. തങ്ങളിലെ സുന്ദരിയെ കണ്ടെത്താൻ അവർ ഒരാളെ അന്വേഷിച്ചു. ഈ സമയം ട്രോയ് രാജകുമാരനായ പാരിസ് ക്രീറ്റ് ദ്വീപിൽ വേട്ടയാടാൻ എത്തിയിരുന്നു. 3 ദേവതകളും പാരിസിന്റെ അടുത്തെത്തി. അവരിൽ ആരാണ് ഏറ്റവും സുന്ദരിയെന്ന് തീരുമാനിക്കണമെന്ന് ദേവതകൾ ആവശ്യപ്പെട്ടു. അതിനായി അവർ പല സമ്മാനങ്ങളും പാരിസിന് വാഗ്ദാനം ചെയ്തു. അവൻ അഫ്രോഡൈറ്റിനെയാണ് ഏറ്റവും സുന്ദരിയായ ദേവതയായി തിരഞ്ഞെടുത്തത്. അതിന് പ്രതിഫലമായി അഫ്രോഡൈറ്റ് ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ ഹെലനെ ഭാര്യയായി നൽകാമെന്ന് സമ്മതിച്ചു. ഗ്രീക്ക് പുരാണത്തിൽ ഏറ്റവും സുന്ദരിയായ സ്ത്രീയായിരുന്നു ഹെലൻ. സിയൂസിന്റെയും ലിഡയുടെയും പുത്രിയായിരുന്നു അവൾ. സ്പാർട്ടയിലെ രാജാവായ മെനേലൗസാണ് ഹെലനെ വിവാഹം കഴിച്ചത്. മെനേലൗസിന്റെ ഭാര്യയായതോടെ സമൃദ്ധവും ഫലഭൂയിഷ്ഠവുമായ സ്പാർട്ടൻ രാജ്യത്തിന്റെ അവകാശിയായി മാറി സുന്ദരിയും ധൈര്യശാലിയുമായ ഹെലൻ. നിർഭാഗ്യവശാൽ പാരിസ് ഏറ്റവും സുന്ദരിയായ ദേവതയായി അഫ്രോഡൈറ്റിനെ തിരഞ്ഞെടുത്ത സമയം ഹെലൻ സ്പാർട്ടയിലെ രാജാവായ മെനേലൗസിനെ വിവാഹം കഴിച്ച് കുട്ടികളുമായി ജീവിക്കുകയായിരുന്നു. ഒരിക്കൽ അഫ്രോഡൈറ്റിന്റെ പ്രേരണയാൽ സ്പാർട്ട സന്ദർശിച്ച ട്രോയ് രാജകുമാരൻ ഹെലനെ കാണുകയും അവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്തു. രാജകുമാരനായ പാരിസ് ഹെലനെ ട്രോയിലേക്ക് തട്ടിക്കൊണ്ടുപോയി. ഗ്രീക്ക് സൈന്യം ഹെലനെ തിരിച്ചെടുക്കുന്നതിനായി നീണ്ട 10 വർഷക്കാലം ട്രോയ്ക്കെതിരെ യുദ്ധം ചെയ്തു. ഇതാണ് പ്രശസ്തമായ ട്രോജൻ യുദ്ധം. ട്രോജൻ യുദ്ധത്തിൽ അഫ്രോഡൈറ്റ് ട്രോജന്മാരുടെ പക്ഷം നിന്നു. അഥീനയും ഹേരയും ഗ്രീക്കുകാരെ സഹായിച്ചു. എങ്കിലും ട്രോജൻ യുദ്ധം നഷ്ടങ്ങൾ മാത്രമുണ്ടാക്കി. ഹെലൻ ട്രോജൻ യുദ്ധത്തിന്റെ കാരണക്കാരിയുമായി.